Hello everyone, welcome to the video. ഇന്ന് തുടക്കക്കാർക്ക് ഇംഗ്ലീഷ് പറഞ്ഞു തുടങ്ങുന്ന ആളുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. സോ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ടുള്ള സെന്റൻസസ് എങ്ങനെയൊക്കെ ഇംഗ്ലീഷിൽ പറയാം, നമുക്ക് അത്യാവശ്യം വേണ്ട സെന്റൻസസ് എപ്പോഴും പറയുന്ന പോലെ നമ്മൾ പഠിച്ചു വെക്കുകയാണെങ്കിൽ ചില സിറ്റുവേഷൻസിൽ നമുക്ക് സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചു വെച്ച സെന്റൻസസ് ഉപയോഗിച്ചിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് വെരി ഈസി. നമ്മൾ ഒത്തിരി ഗ്രാമേഴ്സ് ആലോചിച്ച് അതെങ്ങനെയാണ് വരിക എന്നൊക്കെ ആലോചിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ബ്ലോക്ക് വരും, നമുക്ക് എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. സോ എല്ലാ ഗ്രാമറും പറഞ്ഞ് പഠിച്ചതിന് ശേഷം ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാൻ തുടങ്ങാമെന്ന് പറഞ്ഞാൽ അതൊരിക്കലും നടക്കില്ല. കാരണം ഇംഗ്ലീഷ് എന്നുള്ളത് ഒരു ഭാഷയാണ്. നമ്മൾ തെറ്റയിലായാലും സംസാരിച്ച് ശീലിക്കുകയാണ് വേണ്ടത്. അങ്ങനെ സംസാരിച്ച് പഠിക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ ഗ്രാമറും ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ പഠിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. സോ അത്തരത്തിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് സെൻറ്റൻസസ് ആണ് ഞാൻ ഇന്നിവിടെ നിങ്ങൾക്ക് പഠിപ്പിച്ച് തരാൻ പോകുന്നത്. സോ നിങ്ങൾ എല്ലാവരും ഒരു ബുക്കും പെന്നൊക്കെ എടുത്തിട്ട് ഒരു പഠിക്കുന്ന ഒരു സീരിയസ്നെസ്സോട് കൂടിയിട്ട് ഇരിക്കുക. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. സോ ഓവർ ടു ദ വീഡിയോ. ഫസ്റ്റ് സെൻറ്റൻസ്, ബസ് ഈസ് അബൌട്ട് ടു കം. ബസ് ഈസ് അബൌട്ട് ടു കം. അബൌട്ട് ടു എന്ന് വെച്ചാൽ ആവാറായി എന്നാണ് അർത്ഥം. ആവാറായി. അബൌട്ട് ടു കം വരാറായി എന്ന് പറയും അല്ലേ. ബസ് വരാറായി. അബൌട്ട് ടു ആവാറായി. ഇനി ഐ ആം അബൌട്ട് ടു ഈറ്റ്, ഞാൻ കഴിക്കാനായി നിൽക്കുകയാണ്, കഴിക്കാറായി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് അബൌട്ട് ടു. ഐ ആം അബൌട്ട് ടു ഗോ, എനിക്ക് പോവാനായി. ഇങ്ങനെ അതിന് സമയമായി നിൽക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അബൌട്ട് ടു എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. ബസ് ഇസ് അബൌട്ട് ടു കം, ബസ് വരാറായി. He is about to leave, അവൻ ലീവ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. He is about to leave, അവൻ ലീവ് ചെയ്യാൻ നിൽക്കുകയാണ്, അവൻ പോകാൻ വേണ്ടി നിൽക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്, ആ സമയത്തിനായി നിൽക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ about to യൂസ് ചെയ്യുന്നത്. സോ എല്ലാവരും വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് about to ഉപയോഗിച്ചിട്ടുള്ള ഒരു സെൻറ്റൻസ് താഴെ കോമൻറ്റ് സെക്ഷനിൽ നമ്പർ 1 എന്നിട്ടൊന്ന് ടൈപ്പ് ചെയ്യാം. ഓക്കെ, സോ നെക്സ്റ്റ്, I am feeling tired. ഐ എം ഫീലിംഗ് ടയേർഡ്. എന്തെങ്കിലും കാര്യം തോന്നുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം യൂസ് ചെയ്തത്. ഐ എം ഫീലിംഗ്, എനിക്ക് തോന്നുന്നു. ഐ എം ഫീലിംഗ് ടയേർഡ്, എനിക്ക് വളരെയധികം ക്ഷീണം തോന്നുന്നു. ക്ഷീണം എന്നുള്ളതിനാണ് നമ്മൾ ടയേർഡ് എന്നുള്ളത് യൂസ് ചെയ്തത്. ഐ എം ഫീലിംഗ് ടയേർഡ്. ഐ എം ഫീലിംഗ് ഹാപ്പി, എനിക്ക് സന്തോഷം തോന്നുന്നു. ഐ എം ഫീലിംഗ് ഹംഗ്രി, എനിക്ക് വിശപ്പ് തോന്നുന്നു. ഐ എം ഫീലിംഗ് സാഡ്, എനിക്ക് സങ്കടം തോന്നുന്നു. ഇങ്ങനെ എന്ത് കാര്യമാണോ നിങ്ങൾക്ക് തോന്നുന്നു എന്ന് പറയണ്ടേ, അപ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഫീലിംഗ്. ഷീ ഈസ് ഫീലിംഗ്, അവൾക്ക് തോന്നുന്നു. ഷീ ഈസ് ഫീലിംഗ് ആംഗ്രി, അവൾക്ക് ദേഷ്യം തോന്നുന്നു. ഷീ ഈസ് ഫീലിംഗ്. അപ്പോൾ നമ്മൾ ഫീലിംഗ് എന്ന് ഉപയോഗിക്കുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം തോന്നുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഐ എം ഫീലിംഗ് ടയേർഡ്, എനിക്ക് ക്ഷീണം തോന്നുന്നു. പ്ലീസ് എന്ന് നമ്മളൊരു സെൻറ്റൻസിൻ്റെ മുമ്പിൽ നമുക്കൊരു ദയവ് ചെയ്ത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട്, ഒന്ന് പൊലൈറ്റ് ആയിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലീസ് ആഡ് ചെയ്യാറുള്ളത് അല്ലേ. അപ്പോൾ പ്ലീസ്, ദയവ് ചെയ്ത്, ടേക്ക് ദിസ് എവേ. ടേക്ക് എന്ന് വെച്ചാൽ എടുക്കുക എന്നാണ് അല്ലേ. ടേക്ക് ദിസ് എവേ എന്ന് വെച്ചാൽ എടുത്തുകൊണ്ട് പോവുക. എടുത്തുകൊണ്ട് പോവുക, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലീസ് ടേക്ക് ദിസ് എവേ. എടുത്തുകൊണ്ട് പോവുക. അപ്പൊ നിങ്ങൾക്ക് ഒരു പെന്നാണ് കൊണ്ടുപോവേണ്ടതെങ്കിൽ പ്ലീസ് ടേക്ക് ദിസ് പെൻ അവേ. ഒരു പെൻ, ഈ പെന്ന് എടുത്തുകൊണ്ട് പോകൂ എന്നാവും അതിൻ്റെ അർത്ഥം. പ്ലീസ് ടേക്ക് ദിസ് മൊബൈൽ അവേ. ഈ മൊബൈൽ എടുത്തുകൊണ്ട് പോകൂ. പ്ലീസ് ടേക്ക് ദിസ് മൊബൈൽ അവേ. എന്തൊരു സാധനവും എടുത്തുകൊണ്ട് പോകൂ എന്ന് പറയാൻ വേണ്ടിയിട്ട്. പ്ലീസ് എന്ന് വെച്ചാൽ ദയവ് ചെയ്ത് ഇത് എടുത്തുകൊണ്ട് പോകൂ. പ്ലീസ് ടേക്ക് ദിസ് അവേ. പ്ലീസ് ടേക്ക് ദിസ് മൊബൈൽ അവേ. ദയവ് ചെയ്തിട്ട് ഈ മൊബൈൽ ഒന്ന് എടുത്തുകൊണ്ട് പോകൂ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ടേക്ക് ദിസ് അവേ എന്നുള്ള കാര്യം പഠിച്ചത്. സോ ടേക്ക് ദിസ് അവേ യൂസ് ചെയ്തിട്ടുള്ള ഒരു സെൻറ്റൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ നിങ്ങൾ താഴെ കോമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഞാൻ അവിടെ കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട്. ഈ ഓൺ ടൈം എന്ന് വെച്ചാൽ കൃത്യമായൊരു സമയത്ത് എത്തി എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഓൺ ടൈം എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. കൃത്യസമയത്ത്.
കൃത്യം എന്നുള്ളത് നമുക്ക് എക്സാക്ട് ടൈം എന്നൊക്കെ പറയാറുണ്ട്. നമുക്ക് ഓൺ ടൈം എന്ന് വെച്ചാലും അതേ സമയത്ത് എത്തി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഓൺ ടൈം എന്നുള്ളത് യൂസ് ചെയ്യാം. സോ ഐ ഹാവ് റീച്ച്ഡ് എന്താണ്? ഞാൻ ഹാവ് റീച്ച്ഡ് എന്നാണ് അല്ലേ. അപ്പൊ എത്തിയിട്ടുണ്ട്. ഹാവ് ചേർത്താൽ എത്തിയിട്ടുണ്ട്. ഐ ഹാവ് റീച്ച്ഡ് ഞാൻ കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട്. ഐ ഹാവ് റീച്ച്ഡ് ഓൺ ടൈം ഞാൻ കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട്. ഐ റീച്ച്ഡ് ഓൺ ടൈം എന്നായിരുന്നെങ്കിലോ, ഹാവ് ഇല്ലായിരുന്നെങ്കിലോ ഞാൻ കൃത്യസമയത്ത് എത്തിയെന്നേ അർത്ഥമുള്ളൂ. ഐ ഹാവ് റീച്ച്ഡ് ഓൺ ടൈം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട്. ക്ലിയർ ആണോ? ഐ ഹാവ് റീച്ച്ഡ് ഓൺ ടൈം ഞാൻ കൃത്യസമയത്ത് എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഐൽ സർട്ടൻലി കം. ഐൽ എന്നുള്ളത് ഐ വിൽ എന്നുള്ളതിൻ്റെ ഷോർട്ട് ഫോം ആണ്. ഐ വിൽ ഞാൻ വരും. ഐ വിൽ കം ഞാൻ വരും. സർട്ടൻലി എന്ന് വെച്ചാൽ ഉറപ്പായും. ഞാൻ ഉറപ്പായും വരും. അപ്പൊ എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഉറപ്പായും എന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് സർട്ടൻലി എന്ന് യൂസ് ചെയ്യാം. I'll certainly go. ഞാൻ ഉറപ്പായും പോകും. I'll certainly buy a house. ഞാൻ ഉറപ്പായും ഒരു വീട് വാങ്ങും. നിങ്ങൾക്ക് എന്ത് കാര്യവും ഉറപ്പായും ചെയ്യും. I'll certainly do my homework. ഞാൻ ഉറപ്പായും എൻ്റെ ഹോംവർക്ക് ചെയ്യും. I'll certainly do my homework. സോ എന്ത് കാര്യവും ഉറപ്പായിട്ടും ചെയ്യും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് certainly എന്ന് ഉപയോഗിക്കാം. സോ certainly ഉപയോഗിച്ചിട്ടും നിങ്ങളൊരു സെൻറ്റൻസ് താഴെ കോമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ നമുക്ക് നോക്കാം. about to എന്ന് വെച്ചാൽ എന്തിനോ തയ്യാറായി നിൽക്കുകയാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. പോവാറായി, വരാറായി എന്നൊക്കെ പറയാൻ. ബസ് ഇസ് about to come. ബസ് വരാറായി. ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് നമ്മൾ ടൈം നോക്കിയിട്ട് പറയൂ ബസ് വരാറായി. എങ്ങനെയാ പറയാ? ബസ് ഇസ് അബൌട്ട് ടു കം. ബസ് വരാറായി. ഹി ഈസ് അബൌട്ട് ടു കം. അവൻ വരാറായി എന്നൊക്കെ പറയാം. നെക്സ്റ്റ് ഐ എം ഫീലിംഗ് ടയേർഡ്. എനിക്ക് ക്ഷീണം തോന്നുന്നു. ഐ എം ഫീലിംഗ് ഹംഗ്രി. എനിക്ക് വിശപ്പ് തോന്നുന്നു. ഐ എം ഫീലിംഗ് ഹാപ്പി. എനിക്ക് സന്തോഷം തോന്നുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഐ എം ഫീലിംഗ് എന്നുള്ളത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് കാര്യമാണോ തോന്നുന്നത് അത് പറയാൻ വേണ്ടിയിട്ട് ഫീലിംഗ് എന്നുള്ളത് ഉപയോഗിക്കാം. നെക്സ്റ്റ് പ്ലീസ് ടേക്ക് ദിസ് അവേ. നിങ്ങൾക്ക് ഇറിറ്റേറ്റഡ് ആവുന്ന എന്തെങ്കിലും കാര്യം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ആവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യം നിങ്ങൾക്ക് പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകാൻ പറയാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ടേക്ക് അവേ എന്നുള്ളത് യൂസ് ചെയ്യാം. ടേക്ക് ദിസ് മൊബൈൽ അവേ, ടേക്ക് ദിസ് കുഷൻ അവേ, ടേക്ക് ദിസ് ഗ്ലാസ് അവേ. ഈ ഗ്ലാസ് ഇവിടെ നിന്ന് കൊണ്ടുപോകുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് പ്ലീസ് ടേക്ക് ദിസ് ഗ്ലാസ് അവേ. ക്ലിയർ? ഇനി ഞാൻ എത്തിയിട്ടുണ്ട്. ഐ ഹാവ് റീച്ച്ഡ് അല്ലെങ്കിൽ ഐ ഹാവ് അറൈവ്ഡ് എന്നൊക്കെ നമ്മൾ പറയും. സോ ഐ ഹാവ് റീച്ച്ഡ് ഓൺ ടൈം. ഓൺ ടൈം എന്ന് വെച്ചാൽ ആ സമയത്ത് എത്തി എന്ന് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. I'll certainly come. ഞാൻ ഉറപ്പായും വരും. ഉറപ്പായും എന്ന് പറയാൻ വേണ്ടിയിട്ട് നമ്മൾ certainly എന്നുള്ളത് യൂസ് ചെയ്തു. I'll certainly buy a house. ഞാൻ ഉറപ്പായിട്ടും ഒരു വീട് വാങ്ങും. I'll certainly do my homework. ഞാൻ ഉറപ്പായിട്ടും എൻ്റെ ഹോംവർക്ക് ചെയ്യും. സോ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. സോ നമ്മൾ 5 ഡിഫറെൻറ്റ് വേസ് ടു മേക്ക് എ സെൻറ്റൻസ് ആണ് ഇന്ന് നോക്കിയിട്ടുള്ളത്. ലൈക്ക് നമുക്ക് എങ്ങനെയൊക്കെ സെൻറ്റൻസസ് കൺസ്ട്രക്ട് ചെയ്യാന്നുള്ളതിൻ്റെ കുറച്ച് പോർഷനാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ലൈഫിലൊക്കെ യൂസ്ഫുൾ ആയിട്ട് വരും എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അതുപോലെ നമ്മൾ എല്ലാ ദിവസവും ഫ്രീ ആയിട്ടുള്ള ലൈവ് ക്ലാസ്സസ് യൂട്യൂബിൽ 8 മണിക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. എല്ലാ ദിവസവും 8 മണിക്ക് നമ്മൾ ലൈവ് വന്നിട്ട് ഫ്രീ ആയിട്ട് പഠിപ്പിക്കാറുണ്ട്. സോ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എക്സ്ട്രാ അറ്റൻഷൻ വേണം, ഞാൻ നിങ്ങളെ ഇൻട്രാക്ട് ചെയ്ത് പഠിപ്പിച്ച് നിങ്ങളുടെ വർക്ക്സ് ഒക്കെ കറക്റ്റ് ചെയ്ത് നമുക്ക് ഒരുമിച്ച് ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ പ്രീമിയം കോഴ്സിൽ ജോയിൻ ചെയ്യാം. വാട്സപ്പ് വഴിയുള്ള ക്ലാസ്സസ് ആയിരിക്കില്ല, നമുക്ക് ലൈവ് ഇൻട്രാക്ഷൻസ് വഴി ഗൂഗിൾ മീറ്റിൽ ലൈവായിട്ട് ഇൻട്രാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്നെ കണ്ടും കേട്ടും ഇംഗ്ലീഷ് പഠിക്കാം. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഇത് നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലൈവിൽ നിന്നിട്ടും യൂട്യൂബ് ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. സോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടും തോന്നുകയാണെങ്കിൽ നിങ്ങൾ താഴെ കമൻസിൽ അറിയിക്കുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.